ഹായ് മക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടുള്ളവരെല്ലാം ഒന്ന് അതിമനോഹരമായി പുഞ്ചിരിക്കൂ. യെസ്, സ്മൈൽ ബ്യൂട്ടിഫുള്ളി. അപ്പോ 11 ഡേയ്സ് സെൽഫ് മാസ്റ്ററി ക്ലാസിന്റെ ഫ്രീ ക്ലാസിന്റെ ഡേ 2 ആണ് ഇന്ന്. അപ്പൊ ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ മോർണിംഗ്സിനെ എങ്ങനെ നമുക്ക് മാസ്റ്റർ ചെയ്യാം എന്നുള്ളതായിരുന്നു അല്ലെ. ഇന്ന് നമ്മൾ വളരെ ഡീപ്പായിട്ട് പഠിക്കാൻ പോവാണ്. അതായത് ഇന്ന് പഠിക്കുന്ന ടോപ്പിക്ക് പവർ ഓഫ് സൈലൻസ് ആണ്. അപ്പൊ സൈലൻസിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവിന്റെ ശബ്ദം കേൾക്കാം. അതുപോലെ നമ്മുടെ ബ്രെയിനിന് ക്ലാരിറ്റി ഉണ്ടാകുന്നതും നമ്മൾ സൈലൻസിൽ ഇരിക്കുമ്പോഴാണ്. അതുപോലെ നമ്മുടെ എനർജി നമുക്ക് റീചാർജ് ചെയ്യാനും ഒക്കെ പറ്റും. ഇപ്പൊ ഒരു ബിസിനസ്സുകാരൻ, നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരുന്നു. ബിസിനസ്സിൽ ഒരുപാട് സ്ട്രെസ്, ടെൻഷൻ, അതുപോലെ കൺഫ്യൂഷൻ ആയിരുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. പുള്ളി ഏത് സമയവും ഫോൺ യൂസ് ചെയ്യും. ആ ഫോണിന്റെ നോയ്സ് അല്ലെങ്കിൽ ടി വി, കുറെ ഗോസിപ്പുകൾ, അങ്ങനെയൊക്കെ ആയിട്ട് പുള്ളിക്കൊരു മനസ്സിനൊരു സ്വസ്ഥത ഇല്ലാത്ത അവസ്ഥ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഡെയിലി നിങ്ങളൊരു 10 മിനിറ്റ് സൈലൻസിൽ ഇരിക്കും. അങ്ങനെ ആദ്യമാദ്യം അയാള് സൈലൻസിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആയിരുന്നു പുള്ളിക്ക് അനുഭവപ്പെട്ടിരുന്നത്. പിന്നെ പതുക്കെ 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 ആ ഒരു ചിന്തകൾ ആദ്യം ഇങ്ങനെ ഒരുപാട് വേട്ടയാടുമായിരുന്നു. പിന്നെ പിന്നെ ആ ചിന്തകളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞ് വരാൻ തുടങ്ങി. ആ ഒരു നോയ്സ് കുറയാൻ തുടങ്ങി. അദ്ദേഹത്തിന് നല്ല സമാധാനവും ക്ലാരിറ്റിയും ഒക്കെ കിട്ടാൻ തുടങ്ങി. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ലൈഫ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആയി. നല്ല ശാന്തതയും സമാധാനവും സ്വസ്ഥതയും ബിസിനസ്സിൽ വളർച്ചയും ഒക്കെ ഉണ്ടായി. അപ്പം ഈ സൈലൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ എംപ്റ്റി സ്റ്റേജ്. സൈലൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫുൾ ഓഫ് ആൻസേഴ്സ്. നമുക്ക് ഉത്തരങ്ങൾ കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അതായത് ബുദ്ധന് ബോധോദയം ലഭിച്ചത് സൈലൻസിലാണ്. സന്യാസികളും യോഗികളും ഒക്കെ മെഡിറ്റേറ്റ് ചെയ്തതും ഈ സൈലൻസിലാണ്. നമ്മള് വലിയ വലിയ കമ്പനീസിന്റെ ഒക്കെ സിഇഒസിനെ നോക്കിക്കഴിഞ്ഞാൽ അവര് ഈ ഒരു സൈലൻസിലാണ് അവരുടെ ഓരോരോ ഡിസിഷൻ മേക്കിങ്ങിനായിട്ടൊക്കെ സൈലൻസ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങളിപ്പോ സ്ട്രെസ്സിലായിരിക്കുമ്പോ, അല്ലെങ്കിൽ ടെൻഷനിലായിരിക്കുമ്പോ, കൺഫ്യൂഷനിലായിരിക്കുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ലോ ഫീലിംഗിലേക്ക് പോകുമ്പോൾ ആൻസേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് അന്വേഷിക്കുകയല്ല വേണ്ടത്. പലരും പലരോടും ചോദിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത്. നിങ്ങൾ സൈലൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പൊ ഈ സൈലൻസ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. നമ്മളുടെ നെർവസ് സിസ്റ്റത്തെ ഈ സൈലൻസ് വളരെ കാമാക്കും. നമ്മള് ഈ പുറത്തെ ഭയങ്കരമായിട്ടുള്ള ബഹളങ്ങള് നിർത്തുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ആ ഒരു സ്ട്രെസ് ഹോർമോൺ കുറയ്ക്കും. നമുക്ക് ഭയങ്കര ഒരു ലൈറ്റ് ഫീലിംഗ് അനുഭവിക്കാൻ പറ്റും. അതുപോലെ തന്നെ സൈലൻസ് നമ്മുടെ ഫോക്കസ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ ബ്രെയിൻ ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ പോലെയാ. ഒരേ സമയം നമ്മൾ കുറെ ആപ്ലിക്കേഷൻസ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫോണിന്റെ അവസ്ഥ എന്തായിരിക്കും, അല്ലെ കമ്പ്യൂട്ടറിന്റെ അവസ്ഥ എന്തായിരിക്കും, ഹാങ് ആവും അല്ലെ. അതുപോലെയാണ് നമ്മളുടെ ബ്രെയിനും നമ്മളുടെ ആ ഒരു പെർഫോമൻസ് വളരെയധികം സ്ലോ ഡൗൺ ആവും. എന്നാൽ നമ്മൾ സൈലൻസിലായിരിക്കുമ്പോൾ ഈ അൺനെസസറി ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്ത് വെക്കുന്നത് പോലെയാണ്. സൈലൻസ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ വർദ്ധിക്കും. മനസ്സ് ശാന്തമാണെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഗ്രേറ്റ് ആയിട്ടുള്ള ഐഡിയാസ് വരുള്ളൂ. മനസ്സ് ഭയങ്കര നോയ്സി ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ല നല്ല ആശയങ്ങൾ വരില്ല. അപ്പൊ സൈലൻസ് നമ്മളുമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് സഹായിക്കും. പലരും അവരവർക്ക് തന്നെ ഒരു സ്ട്രേഞ്ചർ ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സൈലൻസിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മുടെ യഥാർത്ഥ നമ്മളെ പരിചയപ്പെടും, യഥാർത്ഥ നമ്മളെ മീറ്റ് ചെയ്യും. അപ്പോ പലരും വിചാരിക്കുന്നത് ഈ സൈലൻസ് എന്ന് പറഞ്ഞാൽ ലേസിനെസ് ആണ്, മടിയാണ്. ശരിക്കും അങ്ങനെയല്ല. സൈലൻസ് എന്ന് പറയുന്നതാണ് സെൽഫ് മാസ്റ്ററി. അതിനായിട്ട് നമ്മളൊരു സ്ഥലത്ത് ശാന്തമായിട്ട് മടിയിൽ കൈകൾ മലർത്തി വെച്ച് ഒന്ന് കണ്ണടച്ചിരുന്ന ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒരു 3-4 തവണയൊക്കെ എടുത്തിട്ട് കണ്ണടച്ച് നമ്മൾ വെറുതെ നമ്മുടെ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആ ചിന്തകൾക്ക് പുറകെ പോണ്ട, വെറുതെ നമ്മൾ കണ്ണടച്ച് തോട്ട്സിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നമ്മളിങ്ങനെ ശാന്തമായിരിക്കുന്നു. ഒന്നും ബോധപൂർവം നമ്മളൊന്നും ചിന്തിക്കാതെ വളരെ ശാന്തമായിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ കുറെ നേരം ഒരു 10 മിനിറ്റ് ഒക്കെ ഡെയിലി നിങ്ങൾ ഈ ഒരു സൈലൻസ് ശീലിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര പവർഫുൾ ആകും. നമ്മൾ ബാക്കിയുള്ള ബാഹ്യമായിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് എന്നൊക്കെ ഒഴിവായി ഡെയിലി നിങ്ങൾ മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും, പറ്റുമെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്കിലും സൈലൻസിൽ ഒന്ന് ഇരുന്ന് നോക്കും.
അങ്ങനെ സൈലൻസിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത പല ഉത്തരങ്ങളും കിട്ടും. മനസ്സ് ഭയങ്കര ശാന്തമാകും. മുന്നോട്ട് പോകാനുള്ള വഴികൾ ഇൻറ്റ്യൂഷൻ രൂപത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതിനെയൊക്കെ ഒന്ന് ഡയറിയിൽ എഴുതി വെച്ച് അതെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ ആക്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് സൂപ്പർ സക്സസ്ഫുൾ ആകാം. അപ്പൊ നാളെ ടീച്ചറും അടിപൊളി ഒരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെയും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ലൈഫിലെ ഓരോ മൊമെന്റിനെയും ആസ്വദിക്കുക. താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ. ബ്ലെസ്സിങ്സ്.